അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് തുങ്കനാഥ ക്ഷേത്രത്തിലാണ്. തുങ്കനാഥ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു 5 കിലോമീറ്റർ നടന്ന് വരണം. പുലർച്ചെ വരുന്നതായിരിക്കാം. ഒരു 4 മണിക്കൊക്കെ എനിക്ക് നടന്ന് വന്നാൽ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇന്നലെ രാത്രി എത്തിയതാണ്. രാത്രി എത്തി പുലർച്ചെ 4 മണിക്ക് നടക്കാൻ തുടങ്ങി. 5 കിലോമീറ്റർ കുത്തനുള്ള കയറ്റം നടന്ന് ഇവിടെ എത്തണം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്. ഇവിടെ ടെൻറ്റുകളൊക്കെ കിട്ടും. ഞങ്ങളിപ്പോൾ ക്ഷേത്ര കവാടം കടന്ന് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. കാരണം പുലർച്ചെ 7 മണിയാകുമ്പോഴത്തേനും ഞങ്ങളുടെ ഇവിടെ എത്തി. അതുകൊണ്ട് തന്നെ അധികം ഭക്തന്മാരില്ല. വളരെ സ്വസ്ഥമായിട്ട് നമുക്ക് തൊഴാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത്. എന്തായാലും അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നുകൂടിയും കയറിപ്പോയി നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശിവക്ഷേത്രം തുങ്കനാഥ് ശിവക്ഷേത്രമാണ്. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് കേദാർനാഥ് ക്ഷേത്രമാണെന്നാണ്. പക്ഷേ കേദാർനാഥ് ക്ഷേത്രത്തിലും കുറച്ചുകൂടി ഉയരത്തിലുള്ളതാണ് ഈ തുങ്കനാഥ് ക്ഷേത്രം. അതുകൊണ്ട് തന്നെ തുങ്കനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരത്തിലുള്ള ദേവൻ എന്നാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉയരം പറയുമ്പോൾ ഏകദേശം ഒരു 12,000 അടി ഹൈറ്റിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. അത് ഉത്തരാഖണ്ഡിലുള്ള രുദ്രപ്രയാഗ് ഡിസ്ട്രിക്റ്റിലാണ് ഈ ക്ഷേത്രം. അതുമാത്രമല്ല ഇതിൻ്റെ താഴ്വാരത്ത് കൂടെ നമ്മളെ അളകനന്ദ നദി, അതേമാതിരി മന്ദാകിനി നദിയൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഞ്ഞുകാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കേദാർനാഥ് ക്ഷേത്രം പോലെ തന്നെ ഇവിടെയും മഞ്ഞ് മൂടി കിടക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസം അവസാനത്തോടു കൂടിയിട്ടാണ് ഈ ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് തുറന്നു കൊടുക്കാറ്. കൂടാതെ ദീപാവലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര പൂർണ്ണമായും നിർത്തിവെക്കാറാണ് പതിവ്. ക്ഷേത്രം പാണ്ഡവരുടെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് പറയുന്നത്. കൂടാതെ ഇവിടെ ഗോമുഖ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് 1 കിലോമീറ്റർ അകലേറ്റ് കണ്ട അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അതാണ് ഗോമുഖ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രം. ഇവിടുന്ന് 1 കിലോമീറ്റർ ട്രക്കിംഗ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ക്ഷേത്രത്തിലേക്ക് എത്തുക. ഈ ക്ഷേത്രത്തിലും ഈ തുങ്കനാഥ് ക്ഷേത്രത്തിലെ പൂജാരി തന്നെയാണ് അവിടെ ദിവസവും പോയിട്ട് പൂജ ചെയ്യാറ്. ശ്രീകോവിലിൽ എന്തോ പൂജ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കേദാർനാഥിലേക്കോ അല്ലെങ്കിൽ ബദ്രിനാഥിലേക്കോ പോകുന്ന ഒരു ഫീലല്ല. കാരണം ഇവിടേക്ക് വരുമ്പോൾ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് അല്ലാച്ചെങ്കിൽ വലിയ മലകളൊക്കെ ഇവിടെയൊക്കെ ഡ്രൈവ് ചെയ്തിട്ട് വരണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കേദാർനാഥ് ബദ്രിനാഥൊക്കെ പോകുമ്പോഴും മലകളും ഒക്കെ ഉണ്ട്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡ് തന്നെ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നല്ല തിക്ക് ഫോറസ്റ്റ് കൂടിയാണ് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ അടിവാരത്ത് എത്തുന്നത്. അതായത് തുങ്കനാഥ ക്ഷേത്രത്തിൻ്റെ അടിവാരത്ത് എത്തുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ 4-5 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് കയറി വരണം. ഈ ട്രക്ക് ചെയ്ത് കയറി വരുന്തോറും ഇവിടുത്തെ മരങ്ങളൊക്കെ ഇല്ലാണ്ടായിട്ട് വെറും ചെറിയ ചെറിയ പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. കാരണം വെച്ചെങ്കിൽ ഓക്സിജൻ കണ്ടൻറ്റ് കുറവുള്ള ഏരിയയിൽ മരങ്ങളും ചെടികളൊന്നും ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. അപ്പോൾ നിങ്ങളിലും എല്ലാവരും ഈ കേദാർനാഥ്, തുങ്കനാഥ് അല്ലെങ്കിൽ ബദ്രിനാഥ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നത് മെയ് മാസത്തിൽ തന്നെ പോകാൻ ശ്രമിക്കുക. കാരണം ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ അവിടെ ശക്തമായ മഴയും അതിനെ തുടർന്ന് ലാൻഡ് സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഭൂപ്രദേശമാണ്. മാത്രമല്ല മെയ് മാസമാണ് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ട് ഈ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ പറ്റിയ നല്ലൊരു ടൈം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ വീഡിയോ ചാനൽ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി തന്നെ ആദ്യമായിട്ട് കാണുന്നവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊരു അഭ്യർത്ഥന ഉണ്ട്. അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.